ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ 2024-25 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മാച്ച് നമ്പർ 17 ബംഗളൂരു വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. ബംഗളൂരു എഫ്സിയുടെ ആദ്യ 11ലേക്ക് നോക്കിയാൽ 4-4-2 ഫോർമേഷനിലാണ് ആദ്യ 11. ഒപ്പം 2 മാറ്റങ്ങൾ. പെരേര, ഡിയാസ്, സന എന്നിവർക്ക് പകരം സുനിൽ ഛേത്രി, ജോവാനോവിച്ച് എന്നിവർ ഈ മത്സരത്തിന്റെ ആദ്യ 11ലേക്ക് ഇടം നേടുകയാണ്. സോ ശക്തമായ ഒരു നിര തന്നെ. പക്ഷെ സുനിൽ ഛേത്രിയുടെയും അതോടൊപ്പം ജോവാനോവിച്ചിന്റെ വരവ് ഈ മത്സരത്തിൽ എന്ത് ഇമ്പാക്ട് ആണ് കൊണ്ടുവരുവാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായും കാത്തിരിക്കണം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് 4-4-2 ഫോർമേഷനിൽ തന്നെയാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. 2 മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കമിൻസും അഭിഷേക് സൂര്യവംശിയും ഈ മത്സരത്തിന്റെ ആദ്യ 11ലേക്ക്, ലിസ്റ്റൺ താപ്പ എന്നിവർക്ക് പകരം എത്തുന്ന കാഴ്ച. സോ മോഹൻ ബഗാൻ വിശാൽ ഖൈത് ഗോൾവലിൽ, ആശിഷ് റായി, ആൽഡ്രഡ്, ബിസ്വാസ് ബോസ് എന്നിവർ മധ്യനിരയിൽ മൻവീർ, അഫൂയ, അഭിഷേക്, ഗ്രെഗ് സ്റ്റുവാർട്ട്, മുൻനിരയിൽ ജേസൺ കമിൻസ്, ദിമിത്രിയോസ് പെട്രറ്റോസ്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്റെ ടച്ചോടുകൂടി മത്സരത്തിന് തുടക്കമാകുമ്പോൾ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തട്ടെ. കമന്ററി ബോക്സിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഞാൻ അജു ജോൺ തോമസ്, എന്നോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഫുട്ബോളർ എബിൻ റോസ്. ഒരുപാട് താരങ്ങൾ സമ്പന്നമാണ് മോഹൻ ബഗാന്റെ ഗോൾ മുഖത്ത്. വിശാൽ ഖൈത്താണ് അവിടെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറയാം. ഉഗ്രൻ ഷോട്ട് തന്നെയാണ് അവിടെ ബംഗളൂരു എഫ്സിയുടെ താരം വിനീത് വെങ്കടേഷിന്റെ ഭാഗത്തു. സോ ഫ്രീ കിക്ക് ഫോർ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. സ്റ്റുവാർട്ട് ആൻഡ് പെട്രറ്റോസ് തയ്യാറെടുക്കുകയാണ് ഫ്രീ കിക്കിനായി. തട്ടിയകറ്റുന്നു, രക്ഷപ്പെടുത്തുന്നു ഗുർപ്രീത് സിംഗ് സന്ധു. ഒരിക്കൽ കൂടി ബംഗളൂരുവിനെ ബംഗളൂരു ലീഡിംഗ് ഇൻ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം. ആദ്യ 10 മിനിറ്റ് എത്തുന്നതിന് മുമ്പ് ജെറാർഡ് സറഗോസയും സംഘവും അതാ ലീഡ് ഉയർത്തുന്ന കാഴ്ച. മെന്റാസ് ബംഗളൂരുവിന് വേണ്ടി ആദ്യ ഗോൾ നേട്ടവുമായി ശ്രീകണ്ഠീരവയെ ഇളക്കി മറിക്കുന്നു. ഈ സീസണിലെ 50ാമത്തെ ഗോൾ എന്ന ചരിത്ര നേട്ടത്തിലേക്ക് അതാ മെന്റാസ്. തട്ടിയകറ്റുകയാണ് ഗുർപ്രീത് സിംഗ് സന്ധു. മുന്നേറ്റവുമായി മെന്റാസിന്റെ ക്രോസ്. സുരേഷ്. ബംഗളൂരു എഫ്സി ശ്രീകണ്ഠീരവയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് എന്ന വലിയ കരുത്തിനെതിരെ 2 ഗോളിന്റെ ലീഡ് ഉറപ്പിക്കുന്നു. ഇതിനാണ് ഈ ആരാധകർ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് അവരുടെ സാന്നിധ്യവുമായി എത്തിയത്. അവർക്ക് ആനന്ദ നിമിഷത്തെ സമ്മാനിക്കുന്നു ബംഗളൂരു എഫ്സി. ബംഗളൂരു എഫ്സി 2, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് 0. രക്ഷപ്പെടുത്തുന്നു വിശാൽ ഖൈത്. അവസാന സെക്കൻഡുകളിലേക്കാണ് ആദ്യ പകുതി ഏരിയൽ ചലഞ്ച്. ആദ്യ പകുതിയുടെ അവസാന വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. 2 ഗോളിന്റെ ലീഡിലാണ് ബംഗളൂരു എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെതിരെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ആദ്യ പകുതി അവസാനിപ്പിക്കുന്നത്. ഒരുപാട് ചിന്തകൾ ആവശ്യമായി വരും മുള്ളിയിനിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനും. ഹാഫ് ടൈം സ്കോർ ഹിയർ ഇൻ ബംഗളൂരു. ബംഗളൂരു എഫ്സി 2, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് 0. ഈ മത്സരത്തിൽ ആദ്യ ഗോൾ നേട്ടം സ്വന്തമാക്കിയ താരത്തിന്റെ ഇടച്ചോടുകൂടി 2ാം പകുതിക്ക് തുടക്കമാകുന്നു. എത്ര കൃത്യമായ പാസ്. എന്താണ് സുനിൽ ഛേത്രി എന്നുള്ളത് നോക്കുക. ബോക്സിലേക്ക് ബോൾ ഹോൾഡ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആ കോൺഫിഡൻസ്. ഇപ്പോഴും അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യയിൽ മികച്ച സ്ട്രൈക്കർ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും.
കാർഡ് വന്ന സമയം തന്നെ ധനുവിനൊരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വരുന്നു. സുഭാഷിഷ് ബോസിനെ ടാക്കിൾ ചെയ്തതിന്റെ ഭാഗമായാണ് യെല്ലോ കാർഡ്. പെനാൽറ്റി ഫോർ ബംഗളൂരു. സുനിൽ ഛേത്രി എന്ന നായകൻ തയ്യാറെടുക്കുകയാണ്. ഛേത്രി കേരളത്തിൽ ഇന്ന് വാട്ടർ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന പുന്നമട പൂരം നടന്ന ദിവസം. അതേ ദിവസം അതാ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഒരു ഗോൾ പൂരം തീർക്കുന്നു ബംഗളൂരു FC. ക്യാപ്റ്റൻ, ലീഡർ, ദ ലെജൻഡ് സുനിൽ ഛേത്രി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആ പട്ടികയിൽ ഇനി തുല്യതയല്ല, ഒന്നാം സ്ഥാനമെന്ന പട്ടികയിലേക്ക് ഉയരുകയാണ് സുനിൽ ഛേത്രി. സ്നേഹചുംബനം നൽകി കൈകൾ കൂപ്പി ശ്രീകണ്ഠീരവയിൽ ആ നേട്ടത്തിനെ ആഘോഷിക്കുന്നു ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് സുനിൽ ഛേത്രി. ഈസ്റ്റേൺ അനുകൂലമായ ഒരു വിസിൽ തന്നെയാണ്. ഒപ്പം ഒരു യെല്ലോ കാർഡിന്റെ വിധി കൂടി അവിടെ വന്നു കഴിഞ്ഞു നിഖിലിനെതിരായി. പക്ഷെ അവിടെ ഭംഗിയായി അതിനെ കൈകാര്യം ചെയ്യുന്ന മുഖേറ ഒടുവിലൊരു ഫൗളും ചെയ്തു. ഇതാണിപ്പോൾ ബംഗളൂരുവിന് ആവശ്യം. അനാവശ്യമായി ചർച്ചയ്ക്ക് പോയ താപ്പ ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വരുന്ന കാഴ്ച. വീണ്ടും അപ്പൂയയുടെ ഫോൾ. വീണ്ടും ഒരു ഫോൾ. സുഹൈലാണ് ഫോൾ. ഫ്രഷ് ലെഗായ സുഹൈൽ ബോൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണുപോയി. മോഹൻ ബഗാന് എന്തു പറ്റി എന്ന വലിയൊരു ചോദ്യചിഹ്നത്തിലേക്കാണ് ഈ മത്സരം കൊണ്ടുപോകുന്നത്. ഇത്രയും താരസമ്പന്നമായ ഒരു നിരയാണ്. ഇവിടെയും രക്ഷയില്ലാത്ത അവസ്ഥയാണ്.